ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പെസഹ കാലത്തിലെ 5-ാം ഞായർ, ഈസ്റ്ററിൽ ആരംഭിച്ച് പെന്തക്കോസ്ത തിരുനാളിൽ പൂർണ്ണമാകുന്ന കാലമാണ് പെസഹ കാലം. ഉത്ഥിതനായ ഈശോയെ കണ്ടുമുട്ടുന്ന, അവിടുത്തെ ആത്മാവിനാൽ, അവിടുത്തെ ചൈതന്യത്താൽ നിറയപ്പെടുന്ന, അവിടുത്തെ വചനത്താൽ പഠിപ്പിക്കപ്പെടുന്ന, അങ്ങയുടെ അവിടുത്തെ സാന്നിധ്യം അനുഭവിച്ച് യഥാർത്ഥമായ സന്തോഷത്താൽ നിറയുന്ന, അവിടുത്തെ സ്നേഹം നുകർന്ന് അവിടുന്ന് വസിക്കുന്ന, അവിടത്തേക്ക് വേണ്ടി സമർത്ഥമായ ഫലം പുറപ്പെടുവിക്കുന്ന കാലഘട്ടമാണ് പ്രിയപ്പെട്ടവരെ ഈ പെസഹ കാലം. പെസഹ കാലത്തിലെ ഈ 5-ാം ഞായറാഴ്ചയിൽ നമ്മൾ ഉത്ഥിതനായ ഈശോയുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ വെളിവാക്കുവാൻ വേണ്ടി അവതരിപ്പിക്കപ്പെടുന്ന പ്രതീകം മുന്തിരിച്ചെടിയുടെയും ശാഖകളുടെയും ആ ഉപമയാണ്. കഴിഞ്ഞ ഞായറാഴ്ച ഉത്ഥിതനായ ഈശോയെ നല്ല ഇടയനായി നമ്മൾ കണ്ടു, ധ്യാനിച്ചു. അവിടുത്തെ നല്ല അജഗണമായി ജീവിക്കണം, അവിടുത്തെ അനുകരിച്ച് നമ്മുടെ ജീവിതത്തിലെ വ്യക്തികൾക്ക് നല്ല ഇടയന്മാരായി മാറണം എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച ധ്യാനിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവ് നമ്മളോട് പറയാണ്, കുറേ കൂടെ ആഴപ്പെട്ട ഒരു ബന്ധമാണ്, കർത്താവിൽ വസിക്കുന്ന ഒരു അനുഭവം. പ്രിയപ്പെട്ടവരെ, അതേപോലെ നമ്മൾ ആ കർത്താവ് നമ്മിൽ വസിക്കുന്ന ഒരു അനുഭവം, അങ്ങനെ കർത്താവിൻ്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ സമർത്ഥമായി പുറപ്പെടുവിക്കുന്ന അനുഭവം, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വായനകൾ നമ്മളെ ഓർമ്മപ്പെടുത്തുക. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷമാണ് ഉത്ഥിതനായ ഈശോ അവതരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട സുവിശേഷം. അതിൽ ഈശോ തന്നെ അവതരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ പലതുണ്ട്. ഞാൻ ആകുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും അതൊന്ന്. അതിൽ 7 എണ്ണമുണ്ട്. നമ്മൾ 6-ാമത്തെ അധ്യായത്തിൽ ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു എന്ന് പറയുന്നു. 8-ാമത്തെ അധ്യായത്തിലും 9-ാമത്തെ അധ്യായത്തിലും ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് പറയുന്നു. 10-ാമത്തെ അധ്യായത്തിൽ ഞാൻ വാതിലാകുന്നു, ആലയത്തിൻ്റെ വാതിലാകുന്നു എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ നല്ല ഇടയനാകുന്നുവെന്ന് വീണ്ടും 10-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുകയാണ്. അത് കഴിഞ്ഞിട്ട് 11-ാമത്തെ അധ്യായത്തിൽ ഞാൻ ജീവനും പുനരുത്ഥാനവുമാകുന്നു എന്ന് നമ്മൾ കാണുന്നു. എന്നിട്ട് 14-ാമത്തെ അധ്യായത്തിൽ ഞാൻ വഴിയും സത്യവും ജീവനുമാണ് എന്ന് കാണുന്നു. എന്നിട്ട് അവയിൽ അവസാനത്തേതാണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ പ്രതീകം, ഞാൻ മുന്തിരിച്ചെടിയാണ്, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ് എന്നുള്ളതാണ്. അവിടെ നമ്മൾ ദൈവത്തിൻ്റെ ചൈതന്യത്താൽ, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് അവിടുത്തെ വചനത്തെ പാലിച്ച്, അവിടുത്തെ സ്നേഹം നുകർന്ന്, അവിടുത്തെ സാന്നിധ്യം അനുഭവിച്ച് അവിടുന്നിൽ നമ്മൾ വസിക്കുകയും അവിടുന്ന് നമ്മിൽ വസിക്കുന്ന അനുഭവത്തിലേക്ക് നമ്മൾ വരികയും വേണം. നമ്മൾ ഇന്നത്തെ വായനകളിലേക്കൊന്ന് നോക്കുക. ഇന്നത്തെ വായനകളിലേക്ക് നോക്കുമ്പോൾ സുവിശേഷമായിട്ട് ഒത്തിരി ബന്ധമുള്ള ഒരു വായനയാണത്. അവിടെ പൗലോസ് സഭയാകുന്ന, അല്ലെ ഈശോയാകുന്ന മുന്തിരിച്ചെടിയിൽ ബർന്നബാസിനാൽ അതിനോട് ചേർക്കപ്പെട്ട്, എന്നിട്ട് അവിടെ ആ സഭയിൽ ഒരു വിധത്തിൽ വെട്ടി ഒരുക്കപ്പെട്ടെന്ന് വേണേൽ പറയാം. എന്നിട്ട് കർത്താവിന് വേണ്ടി സമർത്ഥമായ ഫലം പുറപ്പെടുവിക്കുന്നതിനായി കർത്താവിനെ പ്രഘോഷിച്ച് കർത്താവിൻ്റെ അനുഭവം അനേകർക്ക് പകർന്ന് അനേകരെ കർത്താവിലേക്ക് ഉൾച്ചേർത്തുകൊണ്ട് ജീവിക്കുന്ന പൗലോസിൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് പ്രിയപ്പെട്ടവരെ 1-ാമത്തെ വായനയിൽ നമ്മൾ വായിച്ചു കേട്ടത്. ഈ പൗലോസ് അപ്പോസ്തലൻ സഭയെ പീഡിപ്പിച്ച ആളാണ്. അദ്ദേഹം ജെറുസലേമിലെ സഭയോട് ഒന്നുചേരാൻ അദ്ദേഹം ശ്രമിച്ചപ്പോൾ അവർക്ക് അദ്ദേഹത്തെ ഭയമായിരുന്നു. ഇവൻ യഥാർത്ഥ വിശ്വാസിയാണോ എന്ന ഒരു ചിന്ത. അതുമൂലം അവിടെ അങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ ബർന്നബാസ് അദ്ദേഹത്തിൻ്റെ സഹായത്തിനെത്തി. സൗളിനുണ്ടായ ആ യേശു അനുഭവം വിവരിച്ചു, ജ്ഞാനസ്നാനം സ്വീകരിച്ച കാര്യം പറഞ്ഞു. എന്നിട്ട് കർത്താവിന് വേണ്ടി അനേകരെ നേടിയ കാര്യമെല്ലാം പറഞ്ഞ് അങ്ങനെ ആ സഭയിൽ ഉൾച്ചേർത്തു. പ്രിയപ്പെട്ടവരെ, ആ ഒരു സംഭവമാണ്. എന്നിട്ട് പൗലോസ് അപ്പോസ്തലൻ നമുക്കറിയാം, ആദിമസഭയിൽ കർത്താവിന് വേണ്ടി ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തതും ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചതും ഏറ്റവും കൂടുതൽ എഴുതിയത് പോലും അദ്ദേഹമാണ്. അങ്ങനെ സമർത്ഥമായ ഫലം പുറപ്പെടുവിച്ച് ജീവിച്ച വ്യക്തി. നമ്മൾ ഇന്നത്തെ 2-ാമത്തെ വായനയിലേക്ക് നോക്കുമ്പോൾ അവിടെ പ്രിയപ്പെട്ടവരെ നമ്മൾ കാണുന്നത്
എന്താണെന്നറിയാവോ? നമ്മൾ ഈശോയിൽ, ദൈവത്തിൽ വസിക്കുക, അവിടുത്തെ ഇഷ്ടം നിറവേറ്റി അവിടുന്ന് വസിക്കുക എന്നുള്ള വലിയ യാഥാർത്ഥ്യം, ദൈവത്തിൻ്റെ സ്നേഹം നുകർന്ന് നമ്മൾ കർത്താവിൽ ജീവിക്കണമെന്ന് അത് നമ്മളെ ഓർമ്മപ്പെടുത്തുക. നമുക്കറിയാം, സുവിശേഷം 15-ാമത്തെ അധ്യായമാണ് യോഹന്നാൻ്റെ സുവിശേഷം. ഞാൻ മുന്തിരിച്ചെടിയാണ്, നിങ്ങൾ ശാഖകളാണ് എന്ന് പറഞ്ഞ് അവിടെ അവതരിപ്പിക്കുകയാണ്. നമ്മൾ സത്യത്തിൽ ആ ഉത്ഥിതനായ ഈശോയിൽ ജീവിക്കുക എന്നതിന് 3 മാനങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ മാനം എന്ന് പറയുന്നത് വ്യക്തിപരമായ മാനമാണ്. പ്രിയപ്പെട്ടവരെ, അതാണ് നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ കാണുക. രണ്ടാമത്തേത് അതിൻ്റെ ഒരു സാമൂഹിക മാനമാണ്. അതാണ് നമ്മൾ ഇന്നത്തെ 1-ാമത്തെ വായനയിൽ കാണുക. മൂന്നാമത്തേത് അതിൻ്റെ ദൈവിക മാനമാണ്. അതാണ് നമ്മൾ ഇന്നത്തെ 2-ാമത്തെ വായനയിൽ കാണുക. നമ്മൾ 1-ാമത്തെ വായനയിലേക്ക് നോക്കുമ്പോൾ ഈ ഉത്ഥിതനായ ഈശോയിൽ വസിക്കുന്നതിൻ്റെ സാമൂഹിക മാനം നമ്മളവിടെ കാണുക. അവിടെ നമ്മൾ പ്രധാനമായിട്ട് കാണുന്ന 2 വ്യക്തികൾ സാവൂളും അല്ലെങ്കിൽ പൗലോസും അതേപോലെ ബർന്നബാസുമാണ്. നമ്മൾ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് ബർന്നബാസിനെ പോലെ ഒന്ന് പ്രവർത്തിക്കാൻ സാധിക്കണം. മറ്റുള്ളവരിലെ നന്മ തിരിച്ചറിയുവാനും അവരിലെ അനുഗ്രഹത്തെ തിരിച്ചറിഞ്ഞ് അവരെ സഭയിലേക്ക് നമുക്ക് ഉൾക്കൊള്ളുവാനും, മറ്റുള്ളവരെ നന്നായിട്ട് അവതരിപ്പിച്ച് അവരിലെ തേജസ്സും മഹത്വവും തിരിച്ചറിഞ്ഞ് അവരെ നമുക്ക് സഭയിൽ ഉൾച്ചേർക്കാനായിട്ട് ബർന്നബാസിനെ പോലെ നമുക്ക് സാധിക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ബർന്നബാസുകളുണ്ട്. ആരാണ് നമ്മളെ ആ രീതിയിൽ അംഗീകരിച്ച് സഭയിൽ ഉൾച്ചേർത്തത് എന്ന് കണ്ടറിഞ്ഞ് അവരോട് നമുക്ക് നന്ദിയാൽ നിറയാൻ പറ്റണം. രണ്ടാമത്തേത് സാവൂളാണ്. നമ്മുടെ ജീവിതത്തിൽ സാവൂളുണ്ട്. അതായത് സമൂഹത്താൽ അംഗീകരിക്കപ്പെടാതെ, ആരാലും ചേർക്കപ്പെടാതെ, സമൂഹത്തിലേക്ക് ചേർക്കപ്പെടാതെ അങ്ങനെ വിഷമിക്കുന്നത് കാണുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവരിലെ മഹത്വം ഒന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് അവരെ സഭയിലേക്ക് ഉൾച്ചേർക്കാനായിട്ട് സാധിക്കണം. അപ്പം അതാണ് ഒരു വിധത്തിൽ ഉത്ഥിതനായ ഈശോയിൽ ജീവിതത്തിൻ്റെ സാമൂഹിക മാനം. നമ്മൾ ഇന്നത്തെ 2-ാമത്തെ വായനയിലേക്ക് നോക്കുമ്പോൾ അവിടെ ആ ദൈവിക മാനം കാണുക. പിതാവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും പുത്രനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും എല്ലാം പ്രത്യേകം പറഞ്ഞിട്ട് പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സ്നേഹം വെറും വാക്കിൽ മാത്രമായിരിക്കരുത്, പിന്നെയോ അത് യഥാർത്ഥത്തിൽ പ്രവൃത്തിയിലും സത്യത്തിലുമാകണം എന്ന് പറയുകയാണ്. നമുക്ക് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ സാധിക്കണമെങ്കിലോ നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹം നുകരാനും ദൈവസ്നേഹത്തിൽ വസിക്കുവാനും വളരുവാനും ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ ഇഷ്ടം അറിഞ്ഞ് അത് നിറവേറ്റുമ്പോഴാണ്, ദൈവത്തിൻ്റെ വചനം ശ്രവിച്ച് അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കുവാൻ സാധിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രീതിയിൽ വരുവാനും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വസിക്കുവാനും ദൈവമക്കളായി വളരുവാനും പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കുക. ഇന്നത്തെ സുവിശേഷത്തിൽ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു വ്യക്തിപരമായ മാനമാണുള്ളത്. ഒന്നാമത്തെ കാര്യം അവിടെ പറയുന്നത്, ഞാൻ മുന്തിരിച്ചെടിയാണ്, നിങ്ങൾ ശാഖകളാണ്. ശാഖകൾ പ്രിയപ്പെട്ടവരെ ഒറ്റയ്ക്ക് നിന്നാൽ അത് ഉണങ്ങിപ്പോകും, അതിന് ഫലം പുറപ്പെടുവിക്കാനാവില്ല, അതിന് വളരാനാവില്ല. നേരെ മറിച്ച് മുന്തിരിച്ചെടിയിൽ ഉൾച്ചേർന്നാൽ മാത്രമേ, മുന്തിരിച്ചെടിയിൽ വസിക്കുവാൻ ശ്രദ്ധിച്ചാൽ മാത്രമേ അതിന് ശരിക്കും ഒരു ജീവനുള്ളൂ, അതിന് ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുകയുള്ളൂ, അതിന് വളർച്ചയുള്ളൂ. അപ്പം നമ്മൾ ഈശോയാകുന്ന ആ മുന്തിരിച്ചെടിയിൽ ഉൾച്ചേരണം. അങ്ങനെ ഉത്ഥിതനായ ഈശോയിൽ വസിക്കാൻ, അവിടുന്ന് നമ്മിൽ വസിക്കുവാൻ നാം ഇടയാക്കണം എന്ന് ആ സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുക. രണ്ടാമത്തെ ഒരു കാര്യം ഇന്നത്തെ സുവിശേഷം പറയുന്നത്, ഫലം തരാത്ത ശാഖകളുണ്ട്, ഫലം തരുന്ന ശാഖകളുണ്ട്. ഫലം തരാത്ത ശാഖകളെല്ലാം വെട്ടി തീയിലെറിയുമെന്ന് പറയാണ്. എന്നിട്ട് ഫലം തരുന്ന ശാഖകളോ അവ വെട്ടി ഒരുക്കുകയും വേണം എന്ന് പറയുകയാണ്. എങ്കിൽ മാത്രമേ സമൃദ്ധമായ ഫലം പുറപ്പെടുവിക്കാനായിട്ട് ശാഖകൾക്ക് സാധിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതം ഒന്ന് ചിന്തിച്ച്, നമ്മൾ തന്നെ ആ മുന്തിരിച്ചെടി ആണേ എങ്കിൽ അതിലെ ശാഖകളൊക്കെ നോക്കുക. നമ്മുടെ ജീവിതത്തിൽ ശരിക്കും നമ്മുടെ ജീവിതത്തിനെ ചോർത്തിക്കളയുന്ന, നമ്മളെ നന്മയെ ചോർത്തിക്കളയുന്ന, നമ്മളെ പുണ്യങ്ങളെ ചോർത്തിക്കളയുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവയെല്ലാം വെട്ടിക്കളയുവാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നമ്മൾ ബാക്കി ഫലം തരുന്നവയെ തന്നെയും പ്രിയപ്പെട്ടവരെ നമുക്കൊന്ന് വെട്ടി ഒരുക്കുവാൻ സാധിക്കണം. എങ്കിൽ മാത്രമേ സമൃദ്ധമായ ഫലം പുറപ്പെടുവിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പം അങ്ങനെ സമൃദ്ധമായ ഫലം പുറപ്പെടുവിക്കുന്നവരായി നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കണം. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴേക്കും ഇന്നത്തെ വായനകൾ നമ്മളെ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുന്നത് ഇതാണ് പ്രിയപ്പെട്ടവരെ. അതായത് ഈശോയാണ്
യഥാർത്ഥ മുന്തിരിച്ചെടി. നമ്മളൊക്കെ ആണെങ്കിൽ അവിടുത്തെ ശാഖകളാണ്. നമ്മൾ അവിടെ നിന്ന് വസിക്കണം. നമ്മൾ ഏറെ ഫലം പുറപ്പെടുവിക്കണം. നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ട് ദൈവം പ്രതീക്ഷിക്കുന്ന ദൈവത്തിൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത്, ഈശോയുടെ പ്രതീക്ഷയ്ക്കൊത്ത് സമൃദ്ധമായ ഫലം പുറപ്പെടുവിക്കുവാൻ നമുക്കൊക്കെ സാധിക്കണം. ഈശോ ഇന്നത്തെ ലോകത്തിലെ പ്രിയപ്പെട്ടവരെ ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും നമ്മിലൂടെയാണ് എന്ന് നമ്മൾ ബോധപ്പെടുക. നമുക്കറിയാം, മുന്തിരിച്ചെടി എന്ന് പറയുന്ന തുരുവത്തിൽ ഈ ശാഖകളുടെ എല്ലാം ഒരു കൂട്ടായ്മയാണ്. ആ അപ്പം എല്ലാം ഒരുമിച്ച് കൂടുമ്പോഴാണ് യഥാർത്ഥ മുന്തിരിച്ചെടി പോലും ഉള്ളത്. ഇന്നത്തെ ലോകത്തിൽ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സാന്നിധ്യം വെളിവാക്കാൻ, അവിടുത്തെ വചനം പ്രഘോഷിക്കുവാൻ, അവിടുത്തെ സ്നേഹം പകരുവാൻ ഓരോ ശാഖയും പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഈശോയുമായിട്ടുള്ള ബന്ധത്തിലും അതേപോലെ നമ്മൾ പരസ്പരമുള്ള ബന്ധത്തിലും. അപ്പം ദൈവസ്നേഹത്താൽ നിറഞ്ഞ് പരസ്പരം സ്നേഹിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ സമർത്ഥമായ ഫലം പുറപ്പെടുവിച്ച് ജീവിക്കുവാൻ നമ്മളൊക്കെ ശ്രദ്ധിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ പെസഹ കാലത്തിലൂടെ നമ്മൾ മുന്നേറുക. അങ്ങനെ നമുക്ക് കർത്താവിന് സാക്ഷ്യം വഹിച്ച് കർത്താവിൽ ജീവിക്കുവാൻ നമുക്ക് തയ്യാറാകാം. കർത്താവിന് വേണ്ടി സമർത്ഥമായ ഫലം പുറപ്പെടുവിക്കുവാൻ ശ്രദ്ധ വയ്ക്കാം. നമ്മിലൂടെ മറ്റുള്ളവർ കർത്താവിൻ്റെ അനുഗ്രഹം അനുഭവിക്കട്ടെ, കർത്താവിൻ്റെ സ്നേഹം നുകരട്ടെ, കർത്താവിൻ്റെ വചനം ശ്രവിക്കട്ടെ, കർത്താവ് ചെയ്യുന്ന രക്ഷ അനുഭവിക്കുകയും ചെയ്യട്ടെ. ആമേൻ.